ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശരവണഭവായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. നമസ്തേ സജ്ജനങ്ങളെ, അനന്തപുരിയിലെ ഉത്സവ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ ഭക്തിനിർഭരവും ആചാര അനുഷ്ഠാനങ്ങൾക്കും ക്ഷേത്രോത്സവങ്ങൾക്കും പ്രാധാന്യം നൽകി വീഡിയോ പകർപ്പായി സൂക്ഷിക്കുന്ന ഞങ്ങളുടെ സംരംഭത്തിൽ ഇന്ന് നൂറ്റാണ്ടുകളുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന പൂജപ്പുരയുടെ സ്ഥലനാമം അന്വർത്ഥമാക്കിക്കൊണ്ട് സർവവിജ്ഞാനവരദായിനിയായ ശ്രീ സരസ്വതീ ദേവി ഈ മണ്ണിൽ ഏവർക്കും അനുഗ്രഹാശിസ്സുകൾ ചൊരിഞ്ഞു വാണരുളുന്നു. തിരുവിതാംകൂർ മഹാരാജാക്കന്മാരാണ് ഭക്തിനിർഭരമായ പൂജവയ്പ് മഹോത്സവം പൂജപ്പുരയിൽ നടത്തുവാൻ ആരംഭിച്ചത്. കാർത്തിക തിരുനാൾ മഹാരാജാവ് രാജ്യ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയതോടുകൂടിയാണ് പത്മനാഭപുരത്ത് നടത്തിയിരുന്ന ഭക്തിനിർഭരമായ പൂജവയ്പ് മഹോത്സവം ഇവിടെ അരങ്ങേറി തുടങ്ങിയത്. ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാൻ വേളിമല കുമാരസ്വാമി വെള്ളിക്കുതിരപ്പുറത്ത് എഴുന്നള്ളി ദർശനം നൽകാൻ തുടങ്ങിയത് സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ ഭരണകാലം മുതലായിരുന്നു. നാം ഇന്നു കാണുന്ന സരസ്വതി മണ്ഡപം പുതുക്കി പണിതതും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അത്രയേറെ പഴക്കമേറിയ ചരിത്ര സ്മാരകമാണ് നമ്മുടെ സരസ്വതി മണ്ഡപം. പൂജപ്പുര എന്ന സ്ഥലനാമത്തിന് ഖ്യാതി ലഭിച്ചു തുടങ്ങിയതും അതിനുശേഷം മാത്രമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച ഈ നവരാത്രി മഹോത്സവം എല്ലാ ഭക്തജനങ്ങളുടെയും സർവോപരി എല്ലാ ജനവിഭാഗങ്ങളുടെയും പങ്കാളിത്തവും സഹകരണവും ഉറപ്പാക്കി എല്ലാ വർഷവും വളരെ ചിട്ടയായി നടന്നു പോരുന്നു. നവരാത്രി പൂജകൾക്കായി തമിഴ്നാട് വേളിമലയിൽ നിന്നും വെള്ളിക്കുതിരമേൽ എഴുന്നള്ളി വരുന്ന കുമാരസ്വാമി നവരാത്രി പൂജയുടെ അവസാന ദിവസമായ പൂജയെടുപ്പ് ദിവസം രാവിലെ തിരുവനന്തപുരത്ത് ചെന്തിട്ട ദേവീ ക്ഷേത്രത്തിൽ നിന്നും ആചാര ബഹുമതികളോടുകൂടി പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ എത്തിച്ചേരുന്നു. ഇതേ സമയം തിരുവനന്തപുരം ചെങ്കള്ളൂർ ശ്രീമഹാദേവ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന വിവിധ തരം കാവടികൾ മണ്ഡപത്തിലെത്തുകയും കാവടി ഭക്തർ കാവടിയിൽ നിറച്ചുകൊണ്ടുവരുന്ന പാൽ, പനിനീർ, തേൻ, നെയ്യ്, ഭസ്മം എന്നിവയിൽ ഭഗവാന് അഭിഷേകം നടത്തുകയും ചെയ്യുന്നു. തുടർന്ന് ഭക്തജനങ്ങൾ ഭഗവാന് തട്ടനിവേദ്യം സമർപ്പിക്കുന്നു. കാവടി കഴിഞ്ഞു വരുന്ന ഭക്തർക്കും ആയിരക്കണക്കിന് ജനങ്ങൾക്കുൾപ്പെടെ 44 വർഷങ്ങൾ കൊണ്ട് നടത്തി വരുന്ന കഞ്ഞിവീഴ്ത്ത് ഇവിടുത്തെ പ്രത്യേകതയാണ്. ഈ വിപുലമായ കഞ്ഞിവീഴ്ത്ത് സംഘടിപ്പിക്കുന്നത് ക്ഷേത്രത്തിന് പുറത്ത് പൂജപ്പുര ചാടിയറ ബ്രദേഴ്സിൻ്റെ നേതൃത്വത്തിലാണ്. കഞ്ഞി വിതരണം ചെയ്യാൻ സമയമാകുമ്പോൾ വേളിമല കുമാരസ്വാമിയോടൊപ്പം വരുന്ന പോറ്റിമാർ കഞ്ഞി ഭഗവാൻ കുമാരസ്വാമിക്ക് നിവേദ്യം നടത്തിയതിനു ശേഷം ഭക്തജനങ്ങൾക്കായി വിതരണം ചെയ്യുന്നു. ഇത് ചാടിയറ ഔഷധക്കഞ്ഞി എന്നും അറിയപ്പെടുന്നു. ഈ പ്രസാദം കഴിക്കുവാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ജാതി മത രാഷ്ട്രീയ വർഗഭേദമന്യേ എല്ലാവരും എത്തിച്ചേരുന്നു. ഇവിടെ നടക്കുന്ന കഞ്ഞിവീഴ്ത്തിൻ്റെ വിപുലമായ ഒരുക്കങ്ങളുടെയും പാകപ്പെടുത്തലിൻ്റെയും വിതരണത്തിൻ്റെയും പ്രസക്ത ഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഭക്തിപുരസ്സരം ഈ വീഡിയോ വേളിമല കുമാരസ്വാമിയുടെ തൃപ്പാദാരബിന്ദങ്ങളിൽ ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഭക്ത്യാദരപൂർവ്വം സമർപ്പിച്ചുകൊള്ളുന്നു. ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. Shakti
ഹലോ, എൻ്റെ പേര് സുകുമാരൻ എന്നായിരുന്നാണ്. ഞാൻ മങ്കാടാണ് താമസിക്കുന്നത്. പണ്ട് ഇത് 1949 79 മുതൽ ഞങ്ങൾ ഈ കഞ്ഞി ഇവിടെ ആരംഭിച്ചതാണ്. അന്ന് കുറേശ്ശെ കഞ്ഞി, കുറച്ച് 10 കിലോ അരിയൊക്കെ വെച്ച് അന്ന് കഞ്ഞി കൊടുത്ത ആ കാലഘട്ടങ്ങൾ വർഷം തോറും മാറി വരുന്നതോറും അതിൻ്റെ ആൾക്കാർ, നാട്ടുകാരുടെ സഹകരണമാണ് ഇതിനകത്ത് കൂടുതലും അതിനകത്ത് ഉള്ളത്. എല്ലാവരും പ്രയത്നിക്കുന്നു, കാര്യങ്ങളുണ്ടെങ്കിലും നാട്ടുകാരും കൂടെ സഹകരിച്ചാൽ മാത്രമേ. അതുകൊണ്ട് നാട്ടുകാർ ഇതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ സഹകരണവും കാര്യങ്ങളും ഉണ്ട്. ഇതിപ്പോൾ 44-ാമത്തെ വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് വേണ്ടി എല്ലാവരും ഇത്രയും കാലം ഇതിനോട് സഹകരിച്ചെന്ന എല്ലാവരും എൻ്റെ വിനീതമായ നമസ്കാരം. അത് ആദ്യമായിട്ടുള്ളത്. പിന്നെ ഇത് ഒരു കുറവുമില്ലാതെ പലരും ഓരോരുത്തരുടെ കണക്കായിട്ട് പല സാധനങ്ങളും കൊണ്ട് വാരിക്കോരി കൊണ്ട് തരേണ്ട ആർക്കും ഒരു ഇതില്ല എന്ന് പറഞ്ഞാൽ മതി. അവരവരുടെ അനുസരിച്ച് അവർ സാധനം കൊണ്ടുവരുന്നു. പിന്നെ എല്ലാവരും കൂടെ സഹകരിച്ച് നിന്ന് ഈ കാര്യങ്ങൾ വിളക്കപ്പോൾ ആൾക്കാരെല്ലാവരും ഇവിടെ നിന്ന് ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. കഞ്ഞിന്നുണ്ട് ഭഗവാന്റെ എളുപ്പമാണ്. ഇന്ന് തന്നെ ഇന്നത്തെ മഴ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ആഗ്രഹം വരും, മനസ്സ് അറിയാതെ ഞാൻ കരഞ്ഞു വെച്ചാൽ ഇതിൻ്റെ ഇനി എന്ത് പറ്റും എന്നുള്ളതിൻ്റെ. എന്തായാലും ഒരു 5 മണിയായപ്പോഴത്തേക്ക് ഏകദേശം മഴ അങ്ങ് തോർന്നു. അതിന് ശേഷമേ മനസ്സിനകത്ത് വരുന്നത് ഇനി എന്തായാലും മഴ പെയ്യില്ല, ഇനി നേരം വെളുത്തിട്ട് ഇപ്പോൾ നാളെ ഇത് മാത്രമേ ഉള്ളൂ. നാളെ വൈകുന്നേരത്ത് അത് തന്നെ, അത് ഇന്ന് ഇല്ല. അപ്പം അതൊരു നമുക്കൊരു ഭാഗ്യമായിട്ടാണ്. മുരുകൻ്റെ ഒരു കടാക്ഷം നമ്മൾ ഇന്നുകൊണ്ട്. അതേപോലെ അമ്മ സരസ്വതി അമ്മ
അതും അവരുടെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് നമ്മളെ നാട്ടിൽ ഇവിടെയുള്ള എല്ലാ കമ്മിറ്റി അംഗങ്ങളും എല്ലാവരുടെയും ഇതിൽ ഭവാനുണ്ട്. ഞാൻ ഇതിൽ ഈ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? കമ്മിറ്റിയിൽ 16 പേര്. 12 ലൈഫ് മെമ്പേഴ്സാണ് തുടങ്ങിയത്. ഇപ്പോഴും നമ്മൾ 113 മെമ്പേഴ്സുണ്ട്. അതെല്ലാം ഞങ്ങൾ ഇതാണ് തുടങ്ങി. ഞങ്ങൾ ഇദ്ദേഹം പ്രസിഡൻ്റാണ്. ഞങ്ങൾ 16 പേര് അല്ലേ? എക്സിക്യൂട്ടീവ് 16 പേര്. 12 ലൈഫ് മെമ്പേഴ്സ് വെച്ചാണ് ഇത് ചാലിയാർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ മോചനമുണ്ട്. മാസവരിയും കൊടുക്കണം. ഈ മെമ്പേഴ്സാണ് ആദ്യം പൈസ ഇടുന്നത് കഞ്ഞിക്ക്. ഈ 113 മെമ്പേഴ്സ് 1000 രൂപ വെച്ച് ആദ്യം ഇട്ടാണ് ഞങ്ങൾ കഞ്ഞി തുടങ്ങുന്നത്. ഇത് എത്ര കിലോ അരിയുടെ കഞ്ഞിയാണ്? ഇത് 1800 കിലോ അരിയുടെ കഞ്ഞി. അതിന് വേണ്ട കൂട്ട് 1500 കിലോ അരിയുടെ കഞ്ഞി. അത്രയും കൂട്ടും കാണും. ഒരു പാത്രം കഞ്ഞിക്ക് ഒരു പാത്രം കൂട്ടും കാണും. അതുകൂടെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. പിന്നെ വെറും ചോറായിട്ട് കൊടുക്കാത്ത ചോറും ഇതുമായിട്ട് മിക്സ് രണ്ടായിട്ട് കൊടുക്കാൻ മുറുക്കം ചോറ് മിച്ചം വരും. കറികൾ വാങ്ങിച്ചിട്ട് പോകും. അതുകൊണ്ടാണ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് വേറെ ഒരു ദുരിതവശമില്ല. ഇതിന് പറ്റിയ പാത്രങ്ങളൊക്കെ എവിടെ നിന്നാണ് എടുക്കണത്? ഞങ്ങൾ ഈസ്റ്റ് പൊട്ടിലെ ഒരു കടയിൽ നിന്ന് എടുക്കുകയാണ്. അതിന് പാത്രത്തിന് വാഴപ്പള്ളി ജംഗ്ഷനിലുള്ളത് ഏത്തക്ക 1000 കിലോ, കപ്പ 1000 കിലോ, പിന്നെ ഈ ബാക്കിയുള്ള എല്ലാം പെരുപ്പേറ 200 കിലോ, പിയണി അതിന് 1200 തേങ്ങ വരും. പിന്നെ കുരുമുളകായി, ജീരകമായി, വെളുത്തുള്ളിയായി, കരിയപ്പല, ഇങ്ങനെ ഐറ്റങ്ങൾ. ഇതെല്ലാം 10-40 കിലോ കുരുമുളക് വരും. അതേപോലെ ജീരകം വരും. ഇതെല്ലാം പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പണ്ടൊക്കെ അരയ്ക്കും. അപ്പം എത്ര സമയം കൊണ്ടാണ് ഈ കഞ്ഞി ആവുന്നത്? ഇപ്പോൾ ഇന്നിപ്പം വിളക്കെത്തിച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ തുടങ്ങി കഴിഞ്ഞാൽ നാളെ നേരം ഒരു 8-9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ബാക്കിയെല്ലാം വച്ച് തീരും. അത് കഴിഞ്ഞാൽ ഇതിനായിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം കോരിയിട്ട് മിക്സ് ചെയ്യും. എല്ലാവരും കൂടെ നിന്നുകൊണ്ട് വേറെ പാത്രങ്ങളിലാക്കി മിക്സ് ചെയ്ത് കോരി മാറ്റി എല്ലാം റെഡിയാക്കി. പിന്നെ ഇവിടുന്ന് കാവടി വരുമ്പോൾ അതിൻ്റെ കൂടെ ഈ കാവടിയെല്ലാം കഴിഞ്ഞ് ഇതിലേ വന്ന് ഇവിടുന്ന് ഇതിലേക്ക് ഇറങ്ങി വരും. പണ്ടാണെങ്കിൽ ആന മറ്റേ ഇതൊക്കെ ഉണ്ടായിരുന്നു, പറക്കും കാവടി, അത് ഒരുപാട് കാവടികളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ബാക്കിൽ നിന്ന് ആന വരും. ലാസ്റ്റിൽ ആന വന്ന് ഇവിടുന്ന് കവിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ മാത്രമേ ഇവിടെ കഞ്ഞി കൊടുക്കാൻ തുടങ്ങും. എത്ര സമയമായാലും കാവടി മുരുകൻ ഇവിടുന്ന് കഴിഞ്ഞ് അങ്ങ് കിടക്കണം. ഇവിടെ കഴിഞ്ഞാൽ അപ്പോഴാണ് മിക്സിങ് ചെയ്യുന്നത്. അല്ല, അതിന് മുമ്പ് എല്ലാം മിക്സ് ചെയ്ത് വെക്കും. അല്ലാതെ ഞാൻ പിന്നെ മിക്സ് ചെയ്തോളൂ. കുറേ പോറ്റിയെ കൊണ്ട് ഇവിടെ നേദിപ്പിക്കും. കുമാരകോവിലിൽ നിന്ന് വരണ മുരുകൻ്റെ കൂടെ വരണ പോറ്റിയെ കൊണ്ട് ഇവിടെ നേദിച്ചതിന് ശേഷമേ ഞങ്ങൾ കൊടുക്കാറുള്ളൂ. എല്ലാത്തിലും തളിക്കും. പുണ്യവെള്ളം തളിച്ചതിന് ശേഷമാണ് പിന്നെ പോയി ഈ ആന വന്ന് ഇവിടെ കഴിഞ്ഞ ഉടനെ കൊടുക്കാനും തുടങ്ങും. പിന്നെ അപ്പുറത്ത് കുറച്ചവർക്ക് തട്ടവും കാര്യങ്ങളും ഒരുപാട് തട്ടങ്ങൾ വെച്ചിട്ടുണ്ട്. കുടിക്കാൻ കണക്കാക്കിയിട്ട് അവർക്ക് വേണ്ടി തട്ടം കൊടുത്ത് ഇത് ചെയ്യും. ഇവിടെ പിന്നെ ആൾക്കാർക്ക് വീട്ടിൽ നിന്ന് പാത്രങ്ങളും കാര്യങ്ങളും കൊണ്ടുവരുന്ന എല്ലാവർക്കും ആർക്കും ഇതുവരെ കൊടുക്കാതിരുന്നിട്ടില്ല. എത്ര കൊടുത്തിരുന്നാലും ലാസ്റ്റിലാവുമ്പം അത് കിട്ടാതെ വരുന്നിട്ടുള്ളൂ. ഇതിനൊക്കെ തന്നെ എത്രയോ രൂപകൾ ഇതിനകത്താവുന്നുണ്ട്. ഇത്രയും പാത്രങ്ങൾ എടുക്കുന്നത് ഇതെല്ലാം ഒരിടത്തു നിന്നാണ് പാത്രം വരുന്നതല്ല. പിന്നെ ഇപ്പോൾ ജോലിക്കാരെ കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ട് ജോലി ചെയ്യാനായിട്ട് കൂടെ നിന്ന്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ളത് ഞാനാണ്. ഇതിൻ്റെ ഈ കഞ്ഞി വെപ്പിൻ്റെ ഇതിൻ്റെ മെയിനായിട്ടുള്ള അന്ന് പണ്ട് മുതൽ ഇപ്പോഴും ഞാൻ തന്നെയാണ്. ആവുന്നിടത്തോളം എത്ര വർഷം കൊണ്ട് പാചകം ചെയ്യുന്നുണ്ട്? പാചകം ചെയ്തിട്ടുണ്ട് 10-40. ഇവിടുത്തെ പാചകം തുടങ്ങിയ കാലം വരെ നമ്മളുണ്ട്. ഇവിടെ നമ്മൾ ഒന്നുമുണ്ട്. എന്നെ എരിശ്ശേരി അത് കഞ്ഞി എരിശ്ശേരി അത് മാത്രമേ ഉള്ളൂ. പണ്ട് രണ്ടും സെപ്പറേറ്റായിട്ട് കൊടുത്തോണ്ടിരുന്നു. ഔഷധക്കഞ്ഞിയായിട്ടാണ് അറിയപ്പെടുന്നത്. മുരുകൻ്റെ ആണല്ലോ, പ്രസാദമാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടല്ല പോറ്റിയെ കൊണ്ടുവന്ന് ഇവിടെ എല്ലാം നേർച്ച ഇത് പോറ്റി പുണ്യം തളിച്ചതിന് ശേഷമാണ് എല്ലാം നേദിച്ചതിന് ശേഷമാണ് ഇത് കൊടുക്കുന്നത്. അപ്പം പിന്നെ ഭഗവാൻ്റെതാണല്ലോ. അതുവരെ ആരും അതിന് കഞ്ഞിയെടുത്ത് കുടിക്കുക വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇതെല്ലാം ഔഷധക്കഞ്ഞിയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഭഗവാന്റെ കാര്യം തന്നെ, അത് ഔഷധം തന്നെയാണ് ഭഗവാൻ ഉള്ളത്. ഇതെല്ലാം കഴിഞ്ഞിട്ടേ നമ്മൾ കൊടുക്കും. ഏറ്റവും വലിയ കഞ്ഞി ഇത് തന്നെയാണ്. ഇത്രയും ഇതായിട്ട് ഇന്ത്യയിൽ നടക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കഞ്ഞി. ഇതേപോലത്തെ കഞ്ഞി ഒരിടത്തും ആക്കിയിട്ടില്ല. ഇത്രയും കഞ്ഞി ചാടിയറ കഞ്ഞി, ചാടിയറ പൂജയെടുപ്പ് കഞ്ഞി എന്ന് ചാടിയറ അവർ തന്നെയാണ് അന്നും ഇന്നും ഇതായിട്ട് നടത്തിക്കൊണ്ട് വരുന്നത്. എല്ലാം ഭഗവാന്റെ കാര്യം. സംഭാവനയായിട്ട് ആൾക്കാർ കൊണ്ടുവരാറുണ്ട്. ആൾക്കാർ കൊണ്ടുവന്ന് ആര് സാധനങ്ങളായിട്ടും സംഭാവനയായിട്ടും എല്ലാ രീതിയിലും എന്തൊക്കെ വരുന്ന ആർക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഉക്കൊങ്കിൽ അവർ അത് മേടിച്ചോണ്ട് സാധനങ്ങളെല്ലാം. പണ്ടൊക്കെ നമ്മൾ തയ്യാറുമ്പം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഇപ്പോൾ അങ്ങനെയല്ല. എന്താ ഇത് എത്ര ആൾക്കാർ കൊണ്ടുവന്ന് തട്ടി സാധനങ്ങൾ ഒരുപാട് കൊണ്ടുവരും. സാധനങ്ങളും എല്ലാം കൊണ്ടുവരുന്നുണ്ട്. അത് അത്രയും നമ്മളിവിടെ സാധനം അത്രയും ഇട്ട് വയ്ക്കുന്നുണ്ട്. എന്ത് സാധനം കുറവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വാങ്ങിച്ചുകൊണ്ട് തരുന്നുണ്ട്. സാധനം ഇതുവരെ കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടുള്ള അല്ലാതെ
കുറഞ്ഞിട്ടില്ല. ആൾക്കാർ അതനുസരിച്ച് സാധനം കൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ മുരുകൻ്റെ ആ ഒരു സന്തോഷമാണ് എല്ലാവർക്കും ഉള്ളത്. അത് എത്ര കൊടുത്താലും ജനങ്ങൾക്ക് മതിയാവുന്നില്ല. അതുകൊണ്ട് അവർ കൊണ്ടുവരും. ഇവർ 3 പേരും ഹരിപ്രിയ എന്നാണ് ചാനലിൻ്റെ പേര്. ഈ ഭക്തി കണ്ടന്റുകളാണ് കൂടുതൽ. അമ്പലങ്ങളിലെ ഉത്സവങ്ങൾ, അവിടുത്തെ ആഹാരങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ ഇതെല്ലാം കാണിക്കുന്ന ചാനലാണ്. ഓക്കെ, താങ്ക് യു.